നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡയബറ്റീസ് മെലിറ്റസിനെ കുറിച്ചിട്ടാണ്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അങ്ങനെ പല പേരുകളും നാം കേൾക്കാറുണ്ട് അല്ലേ? എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഡയബറ്റീസ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൂടി വരികയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള രോഗികളിൽ മറ്റുള്ള രോഗങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഡയബറ്റീസ് എന്താണ്, ഡയബറ്റീസിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ മുഴുവനായിട്ട് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് ഡയബറ്റീസ്? നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒരവസ്ഥയോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഇൻസുലിനെ നമ്മുടെ ശരീരത്തിന് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്ന ഒരവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്താണ്? നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി, നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് എന്ന് പറയുന്ന സെൽസ്, അതായത് ഈ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭൂരിഭാഗവും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലിലെ പല ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും സെല്ലിലെ കോശത്തിലെ ചയാപചയ ഫങ്ഷൻ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഊർജ്ജമായിട്ട് ഉപയോഗിക്കുന്നു, നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ. അപ്പോൾ ഇങ്ങനെ സെൽസ് ഉപയോഗിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിനെ സെല്ലിന് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു കീ ആയിട്ടാണ് ഇൻസുലിൻ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെയോ അല്ലെങ്കിൽ ഉൽപ്പാദിച്ചിട്ടുള്ള ഈ ഇൻസുലിൻ നമ്മുടെ ശരീരം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്നൊരവസ്ഥയിൽ നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി കൂടിക്കൂടി വരുന്നു. ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കാതെ അങ്ങനെ കൂടി വരുന്നൊരവസ്ഥയിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. ആ ഒരവസ്ഥയിൽ നമ്മുടെ കോശങ്ങൾക്ക് അതിൻ്റെ ഫങ്ഷൻ കൃത്യമായ രീതിയിൽ നടത്താൻ പറ്റുന്നില്ല. അവർ സ്റ്റാർവേഗാണ് അല്ലേ, അവർക്ക് ഊർജം ലഭിക്കുന്നില്ല. അപ്പോൾ മറ്റു പല അവയവങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നു. അപ്പോൾ ഇതാണ് ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അടുത്തതായി പറയുന്നത് എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന്. ആക്ച്വലി ടൈപ്പ് 1 ഡയബറ്റീസിന് ജുവനൈൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്നുകൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ന് കാണുന്നതിൽ ഒരു 5% ഡയബറ്റീസ് രോഗികളിൽ 5% ആളുകളിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് ഉണ്ടാവുന്നത്. ഇതിന് ജുവനൽ ഡയബറ്റീസ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. കാരണം ഇത് ചെറിയ കുട്ടികളിലും അഡലസൻറ്റ് ഏജിലുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ജുവനൈൽ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇത് ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളിൽ മാത്രം വരുന്നു അങ്ങനെയല്ല, ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും ടൈപ്പ് 1 ഡയബറ്റീസ് വരാം. പക്ഷേ ഇത് സാധാരണയായി കാണുന്നത് കുട്ടികളിലും അഡലസൻസ് ഏജിലും ഉള്ളവരിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇതിന് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്നുകൂടെ നമ്മൾ വിളിക്കാറുണ്ട്. ഇത് ആക്ച്വലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെൽസിന് നശിച്ചു പോകുന്നവർ, നമ്മുടെ ബോഡിയിലെ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ട് ഇവർ നശിച്ചു പോകുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ സയൻസിന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ജെനറ്റിക് ആയിട്ടാവാം അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഇഫക്റ്റ് കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ സെൽസ് നശിച്ചു പോകുമ്പോൾ നമ്മുടെ പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പുറത്തു നിന്നും ഇൻസുലിൻ സപ്ലൈ ചെയ്യുകയോ ഇൻസുലിൻ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പോ അതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പുറത്തു നിന്നും കൃത്രിമമായിട്ട് ഇൻസുലിൻ നൽകേണ്ടി വരുന്നു നമ്മുടെ ശരീരത്തിന്. ഇൻസുലിൻ കിട്ടാത്തൊരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ സാധാരണ ഡയബറ്റീസിൽ കാണുന്ന പോലെ തന്നെ അമിതദാഹം, അമിതമായ വിശപ്പ്, ശരീരം ക്ഷീണിച്ചു പോവുക, ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, ചിലപ്പം പൊണ്ണത്തടി വരിക, ചിലപ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോവുക, ഒരുപാട് മൂത്രം ഒഴിക്കുക. കുട്ടികളിലാണ് ബെഡ് വെറ്റിംഗ്, അതായത് ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തിയ കുട്ടികളിൽ പോലും
രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ അറിയാതെ മൂത്രമൊഴിച്ച് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളും കണ്ട് വരുന്നുണ്ട് ടൈപ്പ് 1 ഡയബറ്റീസിൽ. അപ്പോൾ കൃത്യമായി നമ്മൾ ഇൻസുലിൻ സപ്ലൈ ചെയ്യുകയും മാത്രമല്ല ഇൻസുലിൻ ഇഞ്ചക്ഷൻ, ഇൻസുലിൻ പമ്പ് അങ്ങനെയുള്ള സഹായത്തോടു കൂടിയും കൃത്യമായ ഒരു ഭക്ഷണ രീതിയിലും കൃത്യമായ എക്സസൈസും മെഡിറ്റേഷനും എല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഇതാണ്. ഇനി അടുത്തത് ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശരീരത്തിന് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതായത് ഇൻസുലിൻ ഉണ്ട്, പക്ഷേ നമ്മളെ ബ്ലഡിൽ നിന്നും ഗ്ലൂക്കോസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പക്ഷേ ഇൻസുലിൻ കീ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ സെൽസിന് കീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസുലിൻ്റെ ആ ഒരു ഫങ്ഷൻ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതിനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന 90% ആളുകളിൽ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. സാധാരണയായിട്ട് 30-35 വയസ്സിൽ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് വരുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഇത് ഏത് പ്രായക്കാരിലും വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഭക്ഷണശീലവും കൃത്യമായ വ്യായാമവും ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാതെ നോക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഭക്ഷണ രീതിയും കൃത്യമായ എക്സസൈസും, അതായത് സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സും ജങ്ക് ഫുഡും അതുപോലെ ഒന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള കൃത്യമായ ചിട്ടയോടുള്ള ഒരു ജീവിതശൈലി കൊണ്ട് നമുക്ക് ഈ ഡയബറ്റീസിനെ പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ ഡയബറ്റീസ് അഥവാ നമ്മൾക്ക് വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള ചര്യയിലൂടെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പറ്റാത്തൊരവസ്ഥയിൽ ആളുകൾ ഇതിനുള്ള മരുന്നുകളും കുറച്ച് നാളുകൾ മരുന്ന് ഉപയോഗിച്ചിട്ട് പിന്നെയും പറ്റാത്ത ആളുകൾ ഇൻസുലിൻ സപ്ലിമെൻറ്റ്സും എടുക്കാറുണ്ട്. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇനി ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്താണെന്ന്, സാധാരണയായിട്ട് പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റീസിനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ പ്ലാസൻഡ ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്രഗ്നൻ്റ് ആയ അവസ്ഥയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം നമ്മുടെ ശരീരത്തിലെ യൂട്രസിൽ ഉണ്ടാകുന്ന പ്ലാസൻഡ ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺസ് ചില സിറ്റുവേഷനിൽ ഇൻസുലിൻ്റെ ഫങ്ഷനെ മാസ്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻസുലിൻ അതിൻ്റെ കൃത്യമായ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്ലഡിൽ ക്രമാതീതമായി ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പൊണ്ണത്തടി ഉള്ളവരിലും ഭക്ഷണത്തിലൊരു ക്രമീകരണം ഒന്നും വരാത്ത ഒരു ആളുകളിലാണ് ഇതുപോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കുകയും അത് നമ്മൾ പാലിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് പിടിപെടാതെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഡയബറ്റീസ് ഉള്ള ആളുകൾ? കൃത്യമായ എക്സസൈസ്, കൃത്യമായ ഫുഡ്, പിന്നെ അത്യാവശ്യമാണെങ്കിൽ ചില മെഡിസിൻസിൻ്റെ സഹായം നമുക്ക് എടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് തരിക. ഉപയോഗപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി, ഹാപ്പി.